ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു സ്നാക്ക് റെഡിയാക്കിയാലോ? എരിവിലായാലും മധുരത്തിലായാലും രണ്ടും രീതിയിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉണ്ടല്ലോ, ഒരു ചേരുവ മാത്രം മതി. പിന്നെ ഞാൻ ഓയിലും കൂടിയിട്ടാണ് 2 ചേരുവ എന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇഷ്ടമായ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത്. എന്നാൽ ശരി, നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഒരു പാത്രം എടുക്കുക. അതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, അതായത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ഇതുണ്ടാക്കാം. ഞാനിപ്പോൾ ഗോതമ്പിൻ്റെ പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 1.5 ടേബിൾ സ്പൂണ് ഓയിലാണ്. അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പൊടി നല്ലോണം ഒന്ന് പിടിക്കുമ്പോൾ പുട്ടിനൊക്കെ പിടിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓയിലെല്ലാം താകാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തിളക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കൈ പൊള്ളാതെ സൂക്ഷിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടും കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് മാവാക്കി എടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുഞ്ഞു ബോളാക്കിയിട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ 4 എണ്ണമാണ് ആക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പരത്തിയെടുത്താൽ മതി. ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ്. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. അത് ഈസി ആയിട്ട്. മാവ് അത്രയ്ക്കും സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇനി നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ ഒന്ന് പരത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കിട്ടേണ്ടത്. ഈ 2 അറ്റവും ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ഈ സൈഡും 2 സൈഡ്, ബാക്കിയുള്ള 2 സൈഡും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് വേണം ഇങ്ങനെ ഒന്ന് വരിയിട്ട് കൊടുക്കാം. 2 അറ്റവും മുറിഞ്ഞ് പോകാതെ ഈ മിഡിലായിട്ട് ചെറിയ കട്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് കത്തി വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈസിയാണ്. അതിനാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്തിട്ടുള്ളത്. അതല്ലോ, ഞാൻ അടുത്തടുത്തായിട്ട് തന്നെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 അറ്റത്തും മുറിഞ്ഞ് പോകാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതല്പം ഇതിലോട്ട് വെള്ളം തടവി കൊടുക്കുക. ഈ 2 സൈഡിലോട്ടായിട്ട് ഒന്ന് വെള്ളം തടവി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നേരെ പകുതിയായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നിങ്ങളത് ഒന്നുണ്ടെങ്കിൽ അടിയിൽ അല്പം പൊടിയിട്ടിട്ട് വേണം ഇങ്ങനൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ മുറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമുക്ക് വീണ്ടും ഈ 2 സൈഡിലോട്ടായിട്ട് വെള്ളം തടവിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കാം. 2 വട്ടം ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ അറ്റം ഒന്ന് ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ച് പിടിക്കുക, 2 അറ്റവും. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മിഡിലായിട്ട് വേണം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ടായിട്ട് ഒന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് ഈ 2 അറ്റവും ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ ചെയ്താൽ മതി. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാം. മനസ്സിലായെങ്കിൽ പിന്നെ വെറുതെ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ചൂടാക്കാൻ വെക്കാം. നിങ്ങൾക്കിത് 2 രീതിയിൽ കഴിക്കാം. ഒന്നെങ്കിൽ ഷുഗർ സിറപ്പാക്കിയിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം അതിലിട്ടിട്ട് വെച്ച് കൊടുത്തിട്ട് കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്കിത് എരിവിലും കഴിക്കാം. ഓയിൽ നല്ലോണം ചൂടാവണം. ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇത് ഇട്ട് കൊടുക്കാം.
നമുക്ക് ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് ഞാനിപ്പോൾ എരിവിലാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഷുഗർ സിറപ്പാക്കിയിട്ട് അതിലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിന് മുകളിലോട്ട് അല്പം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പോലെങ്കിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് രീതിയിലും ഇത് കഴിക്കാൻ പറ്റുന്നതാണ്, മധുരമായാലും എരിവായാലും നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.